നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ജെയ് മെയിൻ 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. ജനുവരി 21 മുതൽ ജനുവരി 30 വരെ നടക്കുന്ന ജെയ് മെയിൻ ആദ്യ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നവംബർ 1 മുതൽ 27 വരെ ഓൺലൈനായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. വെബ്സൈറ്റ് jemain.nta.nic.in. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, മുഖം 80% വലിപ്പമുണ്ടായിരിക്കണം. സിഗ്നേച്ചർ 100 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റ്. അതുപോലെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് 300 കിലോബൈറ്റ്സിൽ താഴെയുള്ള PDF ഫോർമാറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ അഡ്രസ്സുമാണ്. 2 മൊബൈലിലും 2 ഇമെയിലിലും വ്യത്യസ്തമായ OTP വരികയും അത് നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എക്സാം ജനുവരി 21 ഏപ്രിൽ 1 അതുപോലെ തന്നെ ജെയ് അഡ്വാൻസ്ഡ് എക്സാമും ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ എവിടെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടാവണം. നമ്മൾ ആദ്യം തന്നെ എൻ്റർ ചെയ്യുന്ന പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ഉള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ എക്സാം സെൻറ്റർ അനുവദിക്കുകയുള്ളൂ. ആ അഡ്രസ്സ് കൊടുക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് പ്രൂഫുകളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുകയോ എക്സാം ഹാളിൽ കൊണ്ടുപോവുകയോ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺലൈൻ ക്യാപ്ചറിംഗ് മെത്തേഡിലാണ് ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ആധാറിലെ ഫോട്ടോയായിട്ട് വെരിഫൈ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാനായി വെബ്ക്യാമുള്ള ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അങ്ങനെ വെബ്ക്യാം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ചെയ്തിട്ട് മൊബൈൽ ഉപയോഗിച്ച് കുട്ടിയുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് ബാക്കി ഡെസ്ക്ടോപ്പിൽ തന്നെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. വിവിധ റിസർവേഷൻ EWS, OBC, SC, ST, PWD എന്നീ വിഭാഗത്തിലുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ, അപ്ലൈ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഏത് അതോറിറ്റിയുടെ കയ്യിൽ നിന്നാണ് തഹസീൽദാരിൽ നിന്നുള്ളത് അല്ലെങ്കിൽ ഏത് അതോറിറ്റിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്നുള്ള വിവരങ്ങളും സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ PWD ഒഴിച്ചുള്ള വിഭാഗത്തിന് സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഓരോ വിദ്യാർത്ഥികളും എൻ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിലുള്ളതുപോലെ തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ എന്നിവ ആധാറിൻ്റെ രേഖയുമായി ഉദയ് ഡേറ്റയുമായി അപ്പോൾ തന്നെ വെരിഫൈ ചെയ്യുന്നുമുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് പേപ്പർ 1, പേപ്പർ 2A, പേപ്പർ 2B എന്നീ 3 പേപ്പറുകൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചും ഇന്ത്യയിലോ വിദേശത്തോ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നതനുസരിച്ചും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ എമൗണ്ട് വരികയും അത് ഓൺലൈൻ രീതിയിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുമാണ്. 3 പേപ്പറുകളാണ് ജെയ് മെയിൻ എക്സാമിനുള്ളത്. പേപ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെത്. അതനുസരിച്ചാണ് NIT, IIIT എന്നിവയുടെ BTech പ്രോഗ്രാമുകൾക്ക് സെലക്ഷൻ ലഭിക്കുന്നതും ജെയ് അഡ്വാൻസ്ഡിൻ്റെ ക്വാളിഫിക്കേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ 1 ആണ്. NITകളിലെ ആർക്കിടെക്ചർ പഠനത്തിന് 2Aയും ബി പ്ലാനിംഗ് പഠനത്തിന് 2Bയും ഉപയോഗിക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ഇതിൽ എത്ര പേപ്പർ വേണമെങ്കിലും എഴുതാൻ സാധിക്കും. ജെയ് മെയിൻ്റെ 2 സെഷനും ജെയ് അഡ്വാൻസ്ഡിൻ്റെ സെഷനും ബേസിക് ഡേറ്റയായിട്ട് ഇപ്പോൾ നമ്മൾ ജെയ് മെയിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഒരവസരത്തിലും അഡ്രസ്സ്, കാറ്റഗറി, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ മാറ്റുവാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ല. ജെയ് മെയിൻ ജനുവരി 21 മുതൽ ആദ്യ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 2ാമത്തെ സെഷൻ ഏപ്രിൽ 1 ആരംഭിക്കും. 2ാമത്തെ സെഷൻ മാത്രമേ വിദ്യാർത്ഥി എഴുതുന്നുള്ളൂവെങ്കിൽ 2026 ഫെബ്രുവരിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. എന്നാൽ ഒരു വിദ്യാർത്ഥി 2 സെഷനും എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നവംബർ 27 അപ്ലൈ ചെയ്യുകയും ഇതേ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഫെബ്രുവരിയിൽ 2ാമത്തെ സെഷനു വേണ്ടി പേപ്പറുകൾ സെലക്ട് ചെയ്യുകയും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസും അടയ്ക്കേണ്ടതാണ്. ഒരിക്കൽ ഓൺലൈനായി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥി
രണ്ടാമത്തെ സെഷന് വേണ്ടി ഒരു കാരണവശാലും പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളതല്ല. EWS, OBC എന്നീ സർട്ടിഫിക്കറ്റുകൾ തഹസീൽദാരിൽ നിന്നുമാണ് വേണ്ടത്. OBC സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും സെൻട്രൽ പർപ്പസിനുള്ളതും EWS തഹസീൽദാരിൽ നിന്നും നേരിട്ട് ഓഫ്ലൈൻ ആയിട്ടുമാണ് മേടിക്കേണ്ടത്. സർട്ടിഫിക്കറ്റുകളുടെ വാലിഡിറ്റി 1 വർഷമായിരിക്കും. ജോസ സീറ്റ് അലോക്കേഷൻ സമയത്താണ് സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്നത്. ഇനി ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന വിവിധ സ്റ്റെപ്പുകൾ നമുക്ക് പരിശോധിക്കാം. വെബ്സൈറ്റ് jemain.nta.nic.in. കാൻഡിഡേറ്റ് ആക്ടിവിറ്റി രജിസ്ട്രേഷൻ ഫോർ JEE സെഷൻ 1. ഇതിൽ നമുക്ക് പലവിധ സ്റ്റെപ്പുകളുണ്ട്. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സും പാസ്വേഡും എൻ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ വരെയുള്ളൊരു സ്റ്റെപ്പ്, അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സ്റ്റെപ്പ്, ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യുന്നത്, ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നത്, ആധാറുമായിട്ട് വെരിഫൈ ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്, ആധാർ ID-യുമായി വെരിഫൈ ചെയ്യുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്നത്. ഇതെല്ലാം ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യുകയോ വിവിധ സമയങ്ങളിൽ ചെയ്ത് നവംബർ 27 കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ വിൻഡോ ഉപയോഗിക്കാം. ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന വിൻഡോയാണ് ഉപയോഗിക്കേണ്ടത്. JEE 2026 എല്ലാ കുട്ടികളും ന്യൂ രജിസ്ട്രേഷനാണ് ഉപയോഗിക്കേണ്ടത്. കഴിഞ്ഞ JEE അതായത് 2025 JEE എഴുതിയവരും ആ ആപ്ലിക്കേഷൻ നമ്പർ അല്ല ഉപയോഗിക്കേണ്ടത്. പുതിയതായുള്ള രജിസ്ട്രേഷൻ വിൻഡോ ന്യൂ രജിസ്ട്രേഷൻ ഉപയോഗിക്കണം. നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴിയാണ് മുമ്പോട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പുണ്ടാവും. നമ്മൾ ആൺകുട്ടിയാണ്, മെയിൽ ആണെന്നുണ്ടെങ്കിൽ പേപ്പർ 1 മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ മാത്രമാണ് എഴുതുന്നുണ്ടെങ്കിൽ 1000 രൂപയും, വിദേശത്താണ് എക്സാം എഴുതുന്നതെങ്കിൽ 5000 രൂപയുമാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്കറിയാം JEE എക്സാം എഴുതാൻ 3 അവസരങ്ങളേ ഉള്ളൂ. +2-നോടൊപ്പവും +2-ന് ശേഷം 2 വർഷവും. അതായത് 2026 JEE എഴുതാനായി 2024 +2 പാസ്സായവർക്ക്, 2025 +2 പാസ്സാകുന്നവർക്ക്, 2026 +2 ബോർഡ് എക്സാം എഴുതുന്ന ഈ 3 വർഷത്തെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ JEE 2026 ഓൺലൈനായി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിവിധ അപ്ലോഡ് ചെയ്യേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് ഫോട്ടോ, സിഗ്നേച്ചർ, 10th സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വിൻഡോയിൽ തന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട പാസ്വേഡിനെ കുറിച്ച്, ആൽഫ ന്യൂമറിക് പാസ്വേഡിനെ കുറിച്ചുള്ള അറിയിപ്പും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിനു ശേഷം ക്ലിക്ക് ഹിയർ ഫോർ പ്രൊസീഡ്. കാൻഡിഡേറ്റിന്റെ 10ാം ക്ലാസിന്റെ അതേപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഫസ്റ്റ് വിൻഡോയിൽ കാൻഡിഡേറ്റിന്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ്, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പ്രിവ്യൂ സെക്ഷൻ കാണാം. ഓരോന്നിലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അഡ്രസ്സ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ അഡ്രസ്സ് കൊടുക്കുന്ന സ്റ്റേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ അനുവദിക്കുകയുള്ളൂ. വിദേശത്താണ് പരീക്ഷ എഴുതേണ്ടതെങ്കിൽ വിദേശത്തെ അഡ്രസ്സ് നിങ്ങൾ എൻ്റർ ചെയ്യണം. നിങ്ങൾക്ക് രണ്ടാമത്തെ സെഷൻ കേരളത്തിൽ വന്ന് എഴുതണമെങ്കിൽ ഒരു അഡ്രസ്സ് കേരളത്തിലേക്ക് കൊടുക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ OTP വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോകുന്നു. നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ, ഈ ആദ്യം കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനകത്തോട്ടാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഇനി നമ്മളുടെ രണ്ടാമത്തെ സെഷൻ ലോഗിൻ ചെയ്യേണ്ട OTP, അതിനുശേഷം JEE അഡ്വാൻസ്ഡിൻ്റെ OTP, ജോസ സീറ്റ് ലൊക്കേഷൻ്റെ OTP ഒക്കെ വരുന്നത് ആദ്യം ചെയ്യുന്ന ഫോൺ നമ്പറിലും ആദ്യം ചെയ്യുന്ന ഇമെയിൽ ID-യിലുമായിരിക്കും. ഇനി നമുക്ക് എമർജൻസി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മറ്റൊരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. ഒരു ഫോൺ നമ്പർ, ഒരു ഇമെയിൽ ID കൂടെ എൻ്റർ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മളൊരു ഓപ്ഷണൽ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതില്ല. അത് ചെയ്താലും കുഴപ്പമില്ല. അതൊരു മൂന്നാമത്തെ ഒരു നമ്പറാണ്. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസിനടുത്താണ് നമ്മൾ മറ്റൊരു മൊബൈൽ നമ്പറും മറ്റൊരു ഇമെയിലും എൻ്റർ ചെയ്യുന്നത്. ആ OTP നമ്മൾ ആ അവസരത്തിൽ നമ്മൾ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ OTP വന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന പ്രിവ്യൂവിൻ്റെ സമയത്ത് നമ്മളുടെ ഇമെയിലും OTP വരും. 4 ഡിഫറൻറ്റ് OTP ആയിരിക്കും. അത് നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവും. നിങ്ങൾക്ക് വിൻഡോയിൽ ആപ്ലിക്കേഷൻ നമ്പർ കാണാം. നിങ്ങൾ എൻ്റർ ചെയ്ത ഇമെയിൽ ID-യിലോട്ട് ആപ്ലിക്കേഷൻ നമ്പർ വരും. മൊബൈലിൽ SMS ആയും വരും. ഈ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ കൊടുത്ത പാസ്വേഡും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഇനി അങ്ങോട്ട് നമ്മളുടെ IIT, NIT, IIIT പ്രവേശനത്തിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ബാക്കി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലോട്ട് മുമ്പോട്ട് പോകുന്നു. നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ്,
അതുപോലെ തന്നെ നമ്മൾ PWD വിഭാഗമാണെങ്കിൽ ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, ഐഡന്റിറ്റി, നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ടുവന്ന ഐഡന്റിറ്റി ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് നമ്മൾ ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ടാണ് നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടത്. ഇന്ത്യയിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ ആധാറാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ആധാർ, ഡിജി ലോക്കർ, പാൻ നമ്പർ, പാൻ കാർഡ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ടോ ഫോറിൻ പാസ്പോർട്ടോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആധാർ ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാം. ആധാർ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആധാർ ID രജിസ്റ്റർ ചെയ്യാം. പിന്നെ എക്സാമിനേഷൻ സിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. 4 ഡിഫറെൻറ്റ് എക്സാമിനേഷൻ സിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. പിന്നെ അഡീഷണൽ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ നമുക്ക് ട്വിൻ ബ്രദറോ ട്വിൻ സിസ്റ്ററോ ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുന്നു. നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ ആഡ് ചെയ്യുന്നു. വീണ്ടും എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, മറ്റൊരു ഫോൺ നമ്പറും മറ്റൊരു ഇമെയിൽ ID യും ആഡ് ചെയ്യുന്നു. പിന്നെ ഫോട്ടോ, ലൈവായിട്ട് തന്നെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും 10th സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ ആധാറിലെ ഫോട്ടോ ആയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് ഫൈനൽ സബ്മിറ്റ് ആണ്. പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ഫൈനൽ സബ്മിറ്റ് എടുക്കാം. കൺഫർമേഷൻ പേജ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എന്നുള്ള സ്റ്റേജ് വരെ എത്തുകയുള്ളൂ. അങ്ങനെ ചെയ്യാനായി നവംബർ 27 വരെയാണ് നമുക്ക് അവസരം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ, അതുപോലെ തന്നെ ഓവർസീസ്, ഫോറിൻ സിറ്റിസൺ, ഇതിലേതിലാണെന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇന്ത്യൻ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. OC കാർഡ് ഹോൾഡർ ആണെങ്കിൽ OC എൻ്റർ ചെയ്യാം. ഇനി നമ്മുടെ 12ാം ക്ലാസ് ഏത് സംസ്ഥാനത്താണ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ +1 +2 പഠിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിലായിരിക്കും നമുക്ക് NITകളുടെ ഹോം സ്റ്റേറ്റ് കോട്ട കിട്ടുന്നത്. നമ്മൾ വിദേശത്താണ് +1 +2 പഠിക്കുന്നതെങ്കിൽ നമ്മളുടെ പെർമനന്റ് അഡ്രസ്സ് വെക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് ഹോം സ്റ്റേറ്റ് കോട്ടയായിട്ട് അനുവദിക്കുന്നത്. ഇനി നമ്മുടെ കാറ്റഗറി, തഹസീൽദാരിൽ നിന്നും EWS കിട്ടുമെങ്കിൽ EWS എന്ന് വെക്കാം. ഇനി തഹസീൽദാരിൽ നിന്നും നോൺ ക്രിമിലെയർ കിട്ടുമെങ്കിൽ നമുക്ക് നോൺ ക്രിമിലെയർ എന്ന് വെക്കാം. തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിലെയർ കിട്ടാത്ത OBC വിഭാഗങ്ങളും EWS റിസർവേഷൻ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ജനറൽ എന്നാണ് വെക്കേണ്ടത്. നമ്മൾ വിഭാഗം ഒരുപക്ഷെ OBC ആയിരിക്കാം, പക്ഷേ നോൺ ക്രിമിലെയർ കിട്ടുന്നില്ല എങ്കിൽ ജനറൽ എന്നാണ് വെക്കേണ്ടത്. നമുക്ക് റിസർവേഷൻ ഉണ്ട് EWS OBC എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും അത് അപ്ലൈ ചെയ്ത നമ്പർ അല്ലെ ഇഷ്യൂ ചെയ്ത ഡേറ്റ് തഹസീൽദാർ, ഇഷ്യൂയിങ് അതോറിറ്റി തഹസീൽദാർ എന്ന് കൊടുക്കേണ്ടതാണ്. കാൻഡിഡേറ്റ് ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എക്സാം ഹാളിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫുഡോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കാൻഡിഡേറ്റ് ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നത്. പ്ലേസ് ഓഫ് റെസിഡൻസ് പട്ടണപ്രദേശമാണോ ഗ്രാമപ്രദേശമാണോ എന്ന് ചോദിക്കുന്നു. ഫാമിലി ആനുവലി ഇൻകം, ഇത് നമ്മളുടെ ജസ്റ്റ് ഒരു ഡാറ്റാബേസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളുടെ കോളേജ് അഡ്മിഷനോ ഓൺലൈൻ ആപ്ലിക്കേഷനോട്ട് യാതൊരു ബന്ധവുമില്ല. ഏകദേശം നിങ്ങളുടെ ഒരു ഇൻകം ഒരു റേഞ്ച് കൊടുത്താൽ മാത്രം മതിയാകും. പിന്നെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ 15 ലക്ഷം വിദ്യാർത്ഥികൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതെന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡേറ്റയും അതിനകത്ത് ഫില്ല് ചെയ്യാം. പിന്നെ +2 പഠിച്ച മീഡിയം, സാധാരണ നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, ഇംഗ്ലീഷ് മീഡിയം. പിന്നെ നമ്മൾ ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. PWD വിഭാഗമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വിവിധ PWD വിഭാഗമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അല്ല എങ്കിൽ നോ എന്ന് എൻ്റർ ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യാനായിട്ടാണ്. നമ്മൾ കൊടുത്ത ഡേറ്റയെല്ലാം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ്, നമ്മളുടെ ആധാർ ഡേറ്റ, നമ്മളുടെ ഫോട്ടോ എല്ലാം ചെക്ക് ചെയ്യുന്നു. ആധാർ നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആധാർ എൻ്റർ ചെയ്യുന്നു. നമ്മളുടെ ഡീറ്റെയിൽസ് ആധാർ ഉദയ ഡേറ്റയുമായിട്ട് ചെക്ക് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ആധാർ വെരിഫൈ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ടൈപ്പ് മാറ്റാം. ഡിജി ലോക്കറിനാക്കാം, പാൻ കാർഡ് ആക്കാം, പാസ്പോർട്ട് ആക്കാം. ആപ്ലിക്കേഷന് യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവില്ല.
നമ്മൾ ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാറുമായിട്ടുള്ള മാച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം സെൻറ്ററിൽ എളുപ്പമായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് അഫിഡേവിറ്റുകളൊന്നും ഒപ്പിട്ട് കൊടുക്കാതെ തന്നെ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ പാസ്പോർട്ടോ ഡിജി ലോക്കറോ പാൻ കാർഡോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സാം നമുക്ക് എളുപ്പത്തിൽ തന്നെ എഴുതാം. നമ്മളൊരു അഫിഡേവിറ്റ് അഡീഷണൽ ആയിട്ട് ഒപ്പിട്ട് കൊടുക്കണം. ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് എന്നുള്ളൊരു അഫിഡേവിറ്റ് ഒപ്പിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ആപ്ലിക്കേഷന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആധാറുമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തില്ല നിങ്ങളുടെ ഡേറ്റ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. ആധാർ ഡേറ്റയുമായി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആധാർ ID ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആധാർ ID ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ആധാർ ഡേറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആപ്ലിക്കേഷൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ആധാർ ID ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആധാർ ID നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കിടക്കും. ആധാർ ID നിർബന്ധം അല്ല. ഇനി അടുത്ത ഡീറ്റെയിൽസ് എക്സാമിനേഷൻ സിറ്റി, നമ്മൾ എക്സാമിനേഷൻ്റെ പേപ്പർ എന്നുള്ള സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം JEE മെയിൻ 2 സെഷനിലും 3 പേപ്പറുകളാണുള്ളത്. BE BTechൻ്റെ പേപ്പർ 1, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ 1, ഏറ്റവും പ്രധാനപ്പെട്ടത് NITകളിലും IIITകളിലും ഒക്കെ BTech പഠിക്കുവാനായിട്ടുള്ള പേപ്പർ 1. അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്യണമെങ്കിലും പേപ്പർ 1 ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമ്മൾ IITയിൽ ആർക്കിടെക്ചർ പഠനമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ പോലും നമ്മൾ JEE മെയിനിലെ പേപ്പർ 1 ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. എന്നാൽ NITകളിൽ നമ്മൾ BArch പഠനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പേപ്പർ 2Aയും ബി പ്ലാനിംഗ് പഠനമാണെങ്കിൽ 2Bയുമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് പേപ്പർ വേണമെങ്കിലും അല്ലെങ്കിൽ സബ്ജക്റ്റ് കോമ്പിനേഷൻ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അതനുസരിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അവസാനം വന്നോളും. ഞാൻ BTech പേപ്പർ 1 മാത്രമേ എഴുതാൻ ആഗ്രഹിക്കുന്നുള്ളെങ്കിൽ ഇത് മാത്രം സെലക്ട് ചെയ്യാം. വീണ്ടും ഏപ്രിൽ മാസത്തിലെ 2ാമത്തെ സെഷനിൽ നിങ്ങൾക്ക് മറ്റ് പേപ്പറുകൾ എഴുതാനുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് പുതിയവ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നിങ്ങൾക്കറിയാം. ഞാൻ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും വെച്ചതുകൊണ്ട് എക്സാമിനേഷന് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഉറുദുവേ അനുവദിക്കുകയുള്ളൂ. നിങ്ങൾ ഏത് സംസ്ഥാനമാണോ അഡ്രസ്സ് വെക്കുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. പക്ഷേ നമുക്കറിയാം സയൻറ്റിഫിക് വേർഡുകളെല്ലാം ഇംഗ്ലീഷിലാണ്. നമുക്ക് ഇംഗ്ലീഷാണ് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഇംഗ്ലീഷ്. ഇനി നിങ്ങൾ അറിയാതെ മറ്റൊരു ലാംഗ്വേജ് സെലക്ട് ആയി പോയാൽ പോലും യാതൊരു പ്രോബ്ലവുമില്ല. ഓൺലൈൻ എക്സാമിനേഷന് ബൈലാംഗ്വലാണ്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ഇംഗ്ലീഷിലും നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിലും ലഭ്യമായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം തെറ്റിപ്പോയെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവുമില്ല. എപ്പോഴും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ എക്സാം സിറ്റി ചൂസ് ചെയ്യുന്നത് 4 ഡിഫറെൻറ്റ് സിറ്റികളാണ് ചൂസ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അഡ്രസ്സ് കൊടുത്തനുസരിച്ചുള്ള സ്റ്റേറ്റ് മാത്രമേ അവിടെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. കേരളത്തിലെ അഡ്രസ്സ് കൊടുത്താൽ നമുക്ക് തമിഴ്നാട്ടിൽ പരീക്ഷ എഴുതാനാവില്ല. കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതണമെങ്കിൽ കേരളത്തിലെ എവിടെ വേണമെങ്കിലുമുള്ള അഡ്രസ്സ് കൊടുത്താൽ മതി. കോട്ടയം ജില്ലയിലെ അഡ്രസ്സ് വേണമെന്ന് നിർബന്ധമില്ല. തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതണമെങ്കിലും നിങ്ങൾക്ക് കോട്ടയത്തെയോ കാസർഗോഡോ എവിടെയെങ്കിലും ഒരിടത്തെ അഡ്രസ്സ് എൻ്റർ ചെയ്താൽ മതിയാകും. കേരള എന്ന് സെലക്ട് ചെയ്തു. എക്സാം സിറ്റി ആദ്യം കൊടുക്കുന്ന സിറ്റി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അനുവദിക്കുക എന്നുള്ളത് അറിയാമല്ലോ. 99% 1ാമത്തെ സിറ്റിയിലായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. അവിടെ ആപ്ലിക്കൻസ് കൂടുകയോ ഓൺലൈന് ആവശ്യമായ എക്സാമിന് സൗകര്യങ്ങളില്ല എങ്കിൽ മാത്രമേ 2ാമത്തെ സെൻറ്റർ അനുവദിക്കുകയുള്ളൂ. എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളതും ഏപ്രിൽ 21 ശേഷമുള്ള ഏത് ഡേറ്റിലാണ് എക്സാം എഴുതാമെന്നുള്ളതും ജനുവരി ആദ്യത്തെ ആഴ്ച നമുക്ക് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റിൽ തന്നെ ലഭ്യമാവുകയും ചെയ്യും. 4 ഡിഫറെൻറ്റ് സെൻറ്ററുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഒരെണ്ണം മാത്രമോ അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേ സെൻറ്റർ തന്നെ സെലക്ട് ചെയ്താലും ആപ്ലിക്കേഷൻ മുമ്പോട്ട് പോവുകയില്ല. പിന്നെ മറ്റൊരു ഡാറ്റാബേസ് കളക്ഷൻ, അതായത് നമ്മളുടെ ഫാദറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മദറിൻ്റെത്, അതുപോലെ തന്നെ ആനുവൽ ഇൻകവും ഗവൺമെൻറ്റിന് നമ്മളുടെ ഡേറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷനുമായിട്ടോ നമ്മളുടെ അഡ്മിഷനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. നമ്മളുടെ ഫാദറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നു. ഫാദറിൻ്റെ ജോലി അഗ്രികൾച്ചർ അല്ലെ ഗവൺമെൻറ് ജോബ് അല്ലെ പ്രൈവറ്റ് ജോബ് അല്ലെ ടീച്ചിങ് യഥാർത്ഥത്തിലുള്ളത് നമ്മൾ വെക്കുന്നു. ഇനി മറ്റ് വിദേശത്താണ് അല്ലെ നമ്മൾ ഇതിനകത്തില്ല എന്നുള്ളതാണെങ്കിൽ അതേഴ്സ് എന്ന് കൊടുക്കാനുള്ളത് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു. മദറിൻ്റെ ജോലി ഹൗസ് വൈഫ് ആണെങ്കിൽ അത് അടക്കമുണ്ട്. അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നു. വീണ്ടും ക്യാപ്ച. അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 10th-ൻ്റെയും 12th-ൻ്റെയും ഡീറ്റെയിൽസ് ആണ്. 10th എവിടെ പഠിച്ചു, 12th എവിടെ പഠിച്ചു എന്നുള്ള ഡീറ്റെയിൽസ്, 10th പാസ്ഡ്, അതുപോലെ തന്നെ ഏത് വർഷമാണ് നമ്മൾ 10th പാസ്സായത്, ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ, 10th ഇക്വലൻ്റ്, നമ്മളുടെ സ്കൂള് നഗരപ്രദേശമാണോ ഗ്രാമപ്രദേശമാണോ, നമ്മളുടെ സ്കൂള്
ഗവൺമെൻറ് സെക്ഷനാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ഷനാണോ എന്നുള്ളത്. ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, പ്രൈവറ്റ് എയ്ഡഡ് ഉണ്ട്. CBSE സ്കൂളുകളൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് അൺഎയ്ഡഡ് എന്ന് വെക്കാം, അല്ലെ അതേഴ്സ് എന്ന് വെക്കാം. ഇതൊന്നും ഒരു തരത്തിലും നമ്മളുടെ അഡ്മിഷനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ സ്റ്റേറ്റ് നമ്മൾ കേരള എന്ന് കൊടുക്കുന്നു. കേരളത്തിലാണെങ്കിൽ ഏത് ജില്ലയിൽ നമ്മുടെ സ്കൂൾ ഇരിക്കുന്നു, സ്കൂളിൻ്റെ ബോർഡ്. ഇവിടെ നിങ്ങൾക്കൊരു വൈരുദ്ധ്യം കാണാനായിട്ട് സാധിക്കും. കേരള ബോർഡാണെങ്കിൽ 10th അവിടെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നും 12ാം ക്ലാസ്സിൻ്റെ അവിടെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നാണ് കിടക്കുന്നത്. ഇതൊന്നും നമ്മളെ ബാധിക്കാത്തത് കൊണ്ട് നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുന്നു. അതിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് എന്ന് വേണമെങ്കിലും കൊടുക്കാം. സാധാരണ എല്ലാ വർഷവും ഡാറ്റാബേസ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 10ാം ക്ലാസ്സിൻ്റെ അവിടെ കൊടുത്തു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവുമില്ല. റിസൾട്ട് മോഡ് പെർസെൻറ്റേജ്. അപ്പോൾ 10ാം ക്ലാസ് നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾക്ക് ഗ്രേഡ് സിസ്റ്റം ആണുള്ളത്. പെർസെൻറ്റേജ് എന്ന് കൊടുക്കാം. ഇനി CGPA എന്ന് കൊടുക്കാനായിട്ട് പണ്ട് 10ാം ക്ലാസ്സിൻ്റെ സ്റ്റേറ്റ്സ് CBSEയിൽ CGPA ഉണ്ടായിരുന്നു. ഇപ്പോൾ CBSEയിലും മാർക്ക് ഉള്ളതുകൊണ്ട് മാർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്, പെർസെൻറ്റേജ് തന്നെ കൊടുക്കാം. ഗ്രേഡ് സിസ്റ്റം ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് സാധാരണ എല്ലാ വർഷവും പെർസെൻറ്റേജ് എന്ന് കൊടുക്കുകയും ടോട്ടൽ മാർക്ക് 1000 എന്ന് കൊടുക്കുകയും എല്ലാം A+ ആണെന്നുണ്ടെങ്കിൽ 900 എന്നോ 950 എന്നോ ഒക്കെ കൊടുക്കാം. ഇൻ ബിറ്റ്വീൻ 90 to 1000 ആണെന്നുള്ളതാണല്ലോ മീനിങ് എല്ലാ A+ ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് യാതൊരുവിധ പ്രാധാന്യവുമില്ല. 10ാം ക്ലാസ്സിൻ്റെ റോൾ നമ്പർ, അതുപോലെ 10ാം ക്ലാസ്സിൻ്റെ സ്കൂളിൻ്റെ പേര്, അഡ്രസ്സ്, 10ാം ക്ലാസ്സിൻ്റെ പിൻകോഡ്. ഇവിടെ നിങ്ങൾക്ക് വിദേശത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിപ്പ് കോഡുകൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്കൂളിൻ്റെ പിൻകോഡിൻ്റെ അവിടെ നിങ്ങൾക്ക് അവസാനത്തെ ഇതിനകത്ത് ആവശ്യമുള്ള സീറോകൾ ചേർത്ത് 6 ഡിജിറ്റ് ആക്കാം. 6 ഡിജിറ്റ് ആണെങ്കിൽ മാത്രമേ പിൻകോഡ് എൻട്രി ആവുകയുള്ളൂ. അവസാനം ആവശ്യത്തിന് 0 ചേർക്കാം. ആദ്യം 0 ചേർത്ത് കഴിഞ്ഞാൽ സേവ് ആവുകയില്ല. അതുപോലെ തന്നെ 12ാം ക്ലാസ്സിൻ്റെ അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് വെക്കാം. അല്ല പാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പാസ്ഡ് വെക്കാം. 2025 24 നിങ്ങൾക്ക് പാസ്ഡ് എന്ന് വെക്കാം. 24, 25, 26 മാത്രമേ JEE അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്കൂള് റൂറൽ ആണോ അർബൻ ആണോ, അതുപോലെ സ്കൂള് ഗവൺമെൻറ് സ്കൂളാണോ പ്രൈവറ്റ് എയ്ഡഡ് ആണോ, ഏത് സ്റ്റേറ്റിലാണ് പഠിച്ചത്, ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ബോർഡ്. ഇവിടെ നിങ്ങൾക്ക് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കാണാം. CBSE ആണെങ്കിൽ നിങ്ങൾക്ക് CBSE എന്ന് വെക്കാം. 12th പെർസെൻറ്റേജ്, 12th ടോട്ടൽ മാർക്ക് കിട്ടിയത് എത്രയാണെന്നുള്ളത്, 1200 എത്ര മാർക്ക് കിട്ടി, അതുപോലെ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. +2 റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നു, സ്കൂളിൻ്റെ പേരും അഡ്രസ്സും എൻ്റർ ചെയ്യുന്നു. +2 ഇയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മളോട് ക്വാളിഫിക്കേഷൻ എക്സാം ചോദിക്കും. അവിടെ നമുക്ക് താഴോട്ട് ഡ്രോപ്പ് ഡൗൺ വിൻഡോയിൽ നിങ്ങൾക്ക് പലത് കാണാം. അതിൽ ഏറ്റവും അവസാനം ദ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദ 10+2 കണ്ടക്റ്റഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് സെൻട്രൽ ബാർ സ്റ്റേറ്റ് ബോർഡ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനിയാണ് അഡീഷണൽ ഡീറ്റെയിൽസ്. ട്വിൻ ബ്രദർ ആരെങ്കിലും, കാരണം ഒരു കാരണവശാലും കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് 2 പേരുടെ ഒരുപോലെ വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് തടഞ്ഞു വെക്കും. അതുകൊണ്ടാണ് ട്വിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം, അതിൻ്റെ ആ ആപ്ലിക്കേഷൻ നമ്പർ വെക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് കൊടുക്കാം. പ്ലേസ് ഓഫ് ബർത്ത് ഇന്ത്യ, നിങ്ങൾ എവിടെയാണ് ജനിച്ചത് കേരള, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജനിച്ചത് അതേഴ്സ് വിദേശത്താണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏത് ജില്ല എന്ന് കൊടുക്കാം. അതൊന്നും നമ്മളുടെ അഡ്മിഷനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അടുത്തതായിട്ടാണ് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്. ആദ്യം നമ്മൾ കൊടുത്ത ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും അല്ലാതെ ഒരു പുതിയ ഫോൺ നമ്പറും പുതിയ ഇമെയിൽ ഐ ഡിയും നമ്മളിവിടെ കൊടുക്കണം. അതിനകത്തോട്ട് OTP ഇപ്പം തന്നെ നമ്മൾ വെരിഫൈ ചെയ്യും. അത് എൻ്റർ ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. മറ്റൊരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറിൽ നമ്മൾ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ, കാരണം ഒരുപക്ഷെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കാൻഡിഡേറ്റ് തന്നെ ഒന്നെങ്കിൽ വെബ് ക്യാമിൻ്റെ മുമ്പിൽ വരിക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇവിടെ വെച്ച് നിർത്തിയിട്ട് കാൻഡിഡേറ്റ് ഉള്ള ഒരു ഫോൺ നമ്പറിൽ ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ ഈ ആപ്ലിക്കേഷൻ പേരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുകയല്ല ക്യാപ്ചർ ചെയ്യുക. നമ്മളിവിടെ വെബ് ക്യാം ഉള്ളതുകൊണ്ട് നമ്മൾ ഓക്കെ കൊടുത്തു. നിങ്ങൾക്ക് വിൻഡോയിൽ കാണാം, ഞാൻ വെബ് ക്യാം ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ ഫോട്ടോ ഓൾറെഡി വന്നിട്ടുണ്ട്.
നമ്മൾ ക്യാപ്ചർ ഫോട്ടോഗ്രാഫ് എന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ആധാറിൻ്റെ ഫോട്ടോ ആയിട്ട് ഐറിസ് സ്കാൻ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുന്നത്. അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് വന്നു. ഞാൻ ID പ്രൂഫ് പാൻ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ കയറി വന്നത്, കാരണം എൻ്റെ ആധാർ വെരിഫൈ ചെയ്യാത്തതുകൊണ്ട്. ആധാർ വെരിഫൈ ചെയ്യുന്നവരുടെ ഫോട്ടോഗ്രാഫ് അപ്പോൾ തന്നെ ആധാറിൻ്റെ ഡേറ്റ് ഫോട്ടോയായിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. ആധാറിൻ്റെ ഫോട്ടോ ആയിട്ട് വെരിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അതിന് മൂന്നാമത്തൊരു ഡിക്ലറേഷൻ ഉണ്ട്, ഇത് എക്സാക്ട്ലി നോട്ട് സെയിം എന്നുള്ള ഡിക്ലറേഷൻ കൊടുത്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, മുഖം 80% വലിപ്പമുള്ള 200 കിലോബൈറ്റ്സ് താഴെയുള്ള ഒരു JPEG ഫോർമാറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. സിഗ്നേച്ചർ 100 കിലോബൈറ്റ്സ് താഴെയുള്ളത് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആധാർ അല്ലാത്തതാണ് നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊടുത്തത്. ആധാറുമായിട്ട് വെരിഫൈ ചെയ്യാത്തത് കൊണ്ട് ഐഡൻറ്റിറ്റി പ്രൂഫും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ആധാറാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉണ്ടാവുകയില്ല. നമ്മൾ ഓൾറെഡി നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ആക്സസ് ചെയ്യുന്നു. ഈ മുഖം 80% വലിപ്പം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അത് നമുക്ക് ഓൾറെഡി അപ്ലോഡ് എന്ന് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് സിഗ്നേച്ചർ 100 കിലോബൈറ്റ്സ് താഴെയുള്ള സിഗ്നേച്ചർ. അടുത്തായിട്ട് കാൻഡിഡേറ്റിൻ്റെ 10th ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് 300 കിലോബൈറ്റ്സ് താഴെയുള്ള PDF ഫോർമാറ്റ്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും JPEG ഫോർമാറ്റ് ആയിരുന്നെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റാണ് വേണ്ടത്. ഞാൻ ആധാർ അല്ലാത്തത് കൊടുത്തതുകൊണ്ട് ID പ്രൂഫും കൂടെ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ആധാർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം, JPEG ഫോർമാറ്റിലാണ് ID പ്രൂഫ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ആയിട്ടുണ്ട്. ഇനി മുഴുവൻ ഡേറ്റകളും ഒരിക്കൽ കൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. ഇമെയിലിൽ വരുന്ന OTP വെരിഫൈ ചെയ്യുക. ആദ്യം നമ്മൾ കൊടുത്ത ഇമെയിൽ OTP വെരിഫൈ ചെയ്യുക, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക എന്നുള്ള സ്റ്റെപ്പുകളാണ് ഇനി അവശേഷിക്കുന്നത്. ഞാൻ ആദ്യം കൊടുത്ത മുഴുവൻ ഡേറ്റേഴ്സും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. വളരെ സാവധാനം നിങ്ങൾക്ക് തരും, കാരണം ഈ ഒരു ഡേറ്റ ഇനി ഒരു അവസരത്തിലും നിങ്ങൾക്ക് തിരുത്താനായിട്ട് അവസരമില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം, ക്യാപ്ചർ ചെയ്ത ഫോട്ടോ കാണാം. എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടിക്ക് ചെയ്യുന്നു. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഒരിക്കൽ കൂടി വായിച്ചു നോക്കി യാതൊരുവിധ സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഇനി ഇമെയിൽ വെരിഫിക്കേഷനാണ്. നമ്മളുടെ ഇമെയിൽ OTP വരുന്നുണ്ട്, ആ ഇമെയിൽ വെരിഫൈ ചെയ്യുക. ഇപ്പോൾ ഇമെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ആദ്യം കൊടുത്ത ഫോൺ നമ്പർ ആദ്യം വെരിഫൈ ചെയ്തു. ആദ്യം കൊടുത്ത ഇമെയിൽ ID ഇപ്പോഴാണ് വെരിഫൈ ചെയ്തത്. എമർജൻസി കോൺടാക്റ്റിനകത്തൊരു ഫോൺ നമ്പർ ഇമെയിൽ ID വെരിഫൈ ചെയ്തു, OTP അടി. അപ്പോൾ 4 ഡിഫറെൻറ്റ് OTP നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ആദ്യം കൊടുത്ത ഫോൺ നമ്പർ ഇമെയിൽ IDയുമാണ് നമ്മളുടെ ജോസ സീറ്റ് ലൊക്കേഷൻ സമയത്ത് നമ്മൾ ലാസ്റ്റ് അഡ്മിഷൻ സമയം വരെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ പേപ്പർ 1 മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. കേരളത്തിലായിരുന്നു എൻ്റെ എക്സാം സെൻറ്റർ, അതുകൊണ്ട് 1000 രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത്. ആൺകുട്ടി ആയതുകൊണ്ട്. പെൺകുട്ടിയാണെങ്കിൽ 900 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. നമുക്കിവിടെ 4 ഗേറ്റ് വേകൾ കാണാം. ഇത് ബാങ്കുകളുടെ പേരല്ല, ഇത് ഗേറ്റ് വേകളാണ്. നിങ്ങൾക്ക് ഏത് കാർഡ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ഗേറ്റ് വേ വഴി വേണം മുമ്പോട്ട് പോകാം. കൂടുതൽ ട്രാഫിക് വരാതിരിക്കാനായിട്ട് പല ഗേറ്റ് വേകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏത് കാർഡും ഏത് നെറ്റ് ബാങ്കിങ്ങും ഏത് രീതിയും നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അതുപോലെ GPay, ഗൂഗിൾ പേയോ QR കോഡ് സ്കാനിങ്ങോ ഏത് രീതിയും നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പേയ്മെൻറ്റ് അടച്ച് ആപ്ലിക്കേഷൻ ഫോം ജനറേറ്റ് ചെയ്ത് ഒരിക്കൽ കൂടി നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസിനകത്ത് കറക്ഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ 27-ാം തീയതിക്ക് ശേഷം കറക്ഷന് വേണ്ടിയിട്ട് ഒരാഴ്ച സമയം തരും. നവംബർ 27-ാം തീയതിക്ക് ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പേപ്പർ ആഡ് ചെയ്യണം, പേപ്പർ കൂടുതലായിട്ട് പരീക്ഷ എഴുതണം, പേപ്പർ 1 2A 2B എഴുതണം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിൽ മാറ്റമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ 10th മാർക്കുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് മാറ്റേണ്ടതാണ്, എക്സാം സിറ്റി മാറ്റണം, അങ്ങനെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 27-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് സാവകാശം തരും. ആ സമയത്ത് നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ശേഷം ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങളുടെ എക്സാം സിറ്റിയും ഏത് ദിവസമാണ് എക്സാം എന്നറിയാൻ സാധിക്കും. ആ എക്സാം ഡേറ്റിന് കൃത്യം 3 ദിവസം മുമ്പ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫുമായിട്ടാണ് നിങ്ങൾ 21-ാം തീയതിക്ക് ശേഷം നിങ്ങൾ എക്സാം സെൻറ്ററിൽ ഹാജരാകേണ്ടത്. അപ്പോൾ JEE Main 2026 തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്
നിങ്ങളുടെ ഭാവിയിൽ IITയും NITയും IIITയും BTechും BArcും B പ്ലാനിങ്ങിലും ഒക്കെയുള്ള ഏറ്റവും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വിവിധ സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ലൈവ് സെഷനുകളിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.